മലയാള മനോരമ പോർത്തോസ് നിലപാട് തറയിലേക്ക് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീ EP ജയരാജനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മാത്രം കണ്ണൂരിൽ നിന്ന് എത്തിയിരിക്കുകയാണ് അദ്ദേഹം. EP-യെക്കുറിച്ച് ആമുഖമോ പരിചയപ്പെടുത്തലോ ആവശ്യമില്ല. കഴിഞ്ഞ 60 വർഷമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി EP ജയരാജനുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം KSF-ൻ്റെയും KSYF-ൻ്റെയും ഒക്കെ സംഘാടകനായിരുന്നു. ആ സംഘടനകൾക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു ഫെഡറേഷൻ വേണം എന്ന നില വന്ന സമയത്ത് DYFIയുടെ രൂപീകരണ സമയത്ത് അതിൻ്റെ പ്രസിഡന്റ് ആരായിരിക്കണം എന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. DYFIയുടെ പ്രഥമ പ്രസിഡന്റായി EP ജയരാജൻ അവരോധിക്കപ്പെട്ടു. ഹനൻമുള്ളയായിരുന്നു ആ സമയത്ത് ജനറൽ സെക്രട്ടറി. EK നായനാരും AKGയുമെല്ലാം വളർന്ന രാഷ്ട്രീയം പഠിച്ച കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് തന്നെയാണ് EP ജയരാജനും പിണറായി വിജയൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും എല്ലാം പിൻഗാമിയായി രാഷ്ട്രീയത്തിലെത്തുന്നത്. അതിനുശേഷം CPM ജില്ലാ സെക്രട്ടറിയായും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും കേന്ദ്ര കമ്മിറ്റി അംഗമായും പിൽക്കാലത്ത് MLA ആയും മന്ത്രിയുമായുമെല്ലാം നമ്മൾ EP ജയരാജനെ പരിചയപ്പെടുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഇതാണ് എൻ്റെ ജീവിതം എന്ന പേരിൽ ഒരു ആത്മകഥ പുറത്തിറക്കി. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ ചർച്ചയായി തീർന്ന ഒരു പുസ്തകമായിരുന്നു അത്. നമ്മളോട് ഇവിടെ ജീവിതവും രാഷ്ട്രീയവും നിലപാടും പങ്കുവെക്കാൻ എത്തിയിട്ടുള്ള EP ജയരാജനോട് നമുക്ക് ആ ആത്മകഥയിൽ നിന്ന് തന്നെ സംസാരം ആരംഭിക്കാമെന്ന് തോന്നുന്നു. രാഷ്ട്രീയത്തിൽ ഇത്രയും സജീവമായി നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു ആത്മകഥ പുറത്തിറക്കണം എന്ന് തോന്നാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്? എന്നെക്കുറിച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന് ഒരു കണക്കില്ലായിരുന്നു. എന്തും വിളിച്ചു പറയുകയും എന്തും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നൊരു നിലപാട് കേരളത്തിൽ സ്വീകരിച്ചിരുന്നു. അതെനിക്ക് നേരെ മാത്രമല്ല, കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ എത്രമാത്രം തെറ്റായിട്ടുള്ള വാർത്തകളും പ്രചരണങ്ങളുമാണ് അഴിച്ചുവിട്ടത്. ഞാൻ CPM-ൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായി കുറേ കാലം പ്രവർത്തിച്ചിരുന്നു. പ്രത്യേക സാഹചര്യങ്ങളിൽ പാർട്ടി ഏർപ്പെടുത്തിയ ചുമതല നിർവഹിച്ച് പ്രവർത്തിച്ചിരുന്നു തൃശ്ശൂരിൽ തന്നെ എത്രയോ വർഷക്കാലം. എന്നെക്കുറിച്ച് അന്ന് തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എഴുതിയൊരു വാർത്ത, എനിക്ക് ശോഭാ സിറ്റിയിൽ വീടുണ്ട്. ഞാനതിൽ അത്ഭുതപ്പെട്ടില്ല. കാരണം പിണറായി വിജയന് വലിയൊരു ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീടിൻ്റെ പടം പ്രസിദ്ധീകരിച്ചതാണ് അന്നത്തെ മാധ്യമങ്ങൾ. ഇതുപോലെ ഒട്ടനവധി കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്തുക, വ്യക്തിഹത്യയിലൂടെ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു വലിയ വേട്ടയാടൽ ഉണ്ടായത്. ഇപ്പോഴും ആ വേട്ടയാടൽ തുടരുകയാണ്. ഞാൻ എഴുതിക്കൊണ്ടിരുന്നൊരു പുസ്തകമാണ് എൻ്റെ ആത്മകഥ. പകുതി ഭാഗം പോലും ആയിട്ടില്ല. അപ്പോഴാണ് ഞാൻ അറിയാതെ എൻ്റെ പുസ്തകം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ 10:30 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസിദ്ധീകരണശാലയുടെ ഓൺലൈനിൽ അവർ പ്രസിദ്ധീകരിക്കുകയാണ്. എന്ത് ധൈര്യത്തോടു കൂടിയാണ്! ഈ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് മതിപ്പായിരുന്നു നേരത്തെ. ആ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ആദ്യം ഈ വാർത്ത കൊടുത്തത്. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ, ഞാൻ എഴുതിയിട്ടുള്ള കുറേ ഭാഗങ്ങൾ അതൊന്ന്
ഭാഷാ ശുദ്ധി വരുത്തി വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ രൂപപ്പെടുത്താൻ 2 പത്രപ്രവർത്തകരെ ഏൽപ്പിച്ചിരുന്നു. അവർക്ക് പുറത്തുള്ള ഒരാളുടെ സഹായം തേടി. അതിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ അവരിലൂടെ പുറത്തു വന്ന് അത് വാങ്ങി അതിൽ കുറേ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രസിദ്ധീകരിക്കാൻ ഗ്രന്ഥകർത്താവായിട്ടുള്ള ഞാൻ അറിയാതെ 10:30 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നു, നാളെ രാവിലെ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വരെ കൊടുക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായി. BJPയുടെ ഒരു പ്രമുഖ മന്ത്രിയും നേതാവൊക്കെ ആയിരുന്നു ജാവേദ്കർ. അദ്ദേഹം ഞാനുള്ളപ്പോൾ, ഞാൻ എൻ്റെ മകൻ്റെ വീട്ടിലുള്ളപ്പോൾ, ഫ്ലാറ്റിലുള്ളപ്പോൾ എന്നെ കാണാൻ വന്നതാണ്. എന്നിട്ട് എഴുതി, ജാവേദ്കറെ കൂടിക്കാഴ്ച എന്ന് മാത്രമല്ല, ജാവേദ്കർ എനിക്ക് അദ്ദേഹവുമായിട്ട് ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല. എഴുതിയത് രാഷ്ട്രീയമായിട്ടുള്ള എന്തോ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നെ ജാവേദ്കർ കാണാൻ വന്നത് പരിചയപ്പെടാനാണ്. അദ്ദേഹം BJPയുടെ കേരളത്തിലൊരു പ്രധാന ചുമതലക്കാരനായി വന്നു. രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും CPIയുടെയും ഒക്കെ നേതാക്കളെ കണ്ടു. ഞാനന്ന് LDFൻ്റെ കൺവീനറാണ്. എന്നെ കാണാൻ വന്നതാണ്. 5 മിനിറ്റ് നേരമാണ് ഞങ്ങൾ 2 വർത്തമാനം പറഞ്ഞ് ഞാൻ പിരിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ജാവേദ്കർ ഞാനും കൂടിക്കാഴ്ച നടത്തി. എന്നോട് ചോദിക്കുകയാണ് മാധ്യമക്കാർ, നിങ്ങൾ ജാവേദ്കറെ കണ്ടിരുന്നു? എനിക്ക് കള പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ജാവേദ്കറെ കണ്ടിരുന്നു. ഉടനെ എഴുതി, ജാവേദ്കറെ കണ്ടു. അന്ന് കണ്ടതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കി എന്ന് വരത്തക്ക നിലയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചു. 1.5 വർഷത്തിന് മുമ്പായിരുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു തെറ്റായ ധാരണകൾ മാറ്റി തീർക്കാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം സംശുദ്ധമാണ്. ഒട്ടനവധി പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ, ഒട്ടനവധി പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ ചരിത്രമല്ല ജനങ്ങളെ മുമ്പിലെത്തിച്ചത്. ഒരു പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. അത് ജനങ്ങളുടെ മുമ്പാകെ എന്താണ് ശരി എന്ന് കാണിക്കാൻ, എൻ്റെ ജീവചരിത്രം എന്താണ് ഞാൻ എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആത്മകഥ ഞാൻ ഇപ്പോൾ ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ ജീവിതമാണ് EP ജയരാജൻ്റേത് എന്ന് തോന്നുന്നുണ്ടോ? തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ റാക്കറ്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ വളരെ ശക്തമായ കേന്ദ്രീകരണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്, ചെറിയ സംഭവങ്ങളൊന്നുമല്ല, വധശ്രമം ഉൾപ്പെടെ. 0 റേഞ്ചിൽ 2 പേര് 2 റിവോൾവർ ഉപയോഗിച്ച് വെടിവെച്ച് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ഭുതാവഹമാണ്. തീവണ്ടിയിൽ വെച്ച് 2 റിവോൾവർ ഉപയോഗിച്ചാണ് എനിക്ക് നേരെ വെടിവെപ്പ് നടന്നത്. അതൊന്നും പെട്ടെന്നുണ്ടായിട്ടുള്ള സംഭവമാണെന്നൊന്നും ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ ഒരു ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, കേരളത്തിലെ ഇടതുപക്ഷ ചിന്തയെ ദുർബലപ്പെടുത്താനുള്ള ഒരു നടപടിയുടെ ഭാഗമായി ആസൂത്രിതമായി വലതുപക്ഷ ശക്തികൾ, ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള പദ്ധതിയാണ് ഇതൊക്കെ. 30 വർഷം മുമ്പ് ചാണ്ഡിഗഡിൽ CPM പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് രാജധാനി എക്സ്പ്രസിൽ വെച്ച് അക്രമികളുടെ വെടിയേറ്റ് EP ജയരാജൻ ദീർഘകാലം ചികിത്സയിലായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചെത്തി വീണ്ടും പൊതുപ്രവർത്തകനായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ആ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആ അക്രമികൾ തേടി വന്നത് തന്നെയായിരുന്നില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടായിരുന്നു ആ അക്രമികൾ വന്നിരുന്നത്. അവർക്ക് ആ ദിവസം അതിന് സാധിക്കാതെ വന്നതുകൊണ്ട് അവർ തനിക്ക് നേരെ ഉന്നം പിടിച്ചു എന്നാണ് EP അതിൽ പറഞ്ഞിരിക്കുന്നത്. ആ വിഷയത്തെപ്പറ്റി അദ്ദേഹത്തിന് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ ചണ്ഡീഗറിൽ പോയതാണ്. കുടുംബസമേതമാണ്. ഞങ്ങൾ പഞ്ചാബിൽ ചണ്ഡീഗറിൽ നിന്ന് ഡൽഹിയിൽ വന്ന് രാജധാനി എക്സ്പ്രസ്സിൽ കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെ കേരളത്തിലേക്ക് വരുമ്പോൾ ഞാൻ അന്ന് AC കമ്പാർട്ട്മെൻറ്റിലാണ്. MLA എന്നുള്ള നിലയിലുള്ള പ്രത്യേക യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉപയോഗിച്ച് ഞാനുമുണ്ട്, ചെറിയ 2 കുട്ടികളും ഭാര്യയും, ഭാര്യയുടെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയുടെ ഭാര്യയും ഭർത്താവൊക്കെ ആ ട്രെയിനിലുണ്ട്. മറ്റ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ള ചിലരുമുണ്ട്. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് രാവിലെ 10:30 മണിക്ക് ഈ AC കോച്ചിൻ്റെ പുറത്തുള്ള അതിൻ്റെ കോറിഡോറിലുള്ള വാഷ് ബേസിൽ മുഖം കഴുകാൻ പോയ അവസരത്തിൽ 2 പേര് സീറോ റേഞ്ചിൽ നിന്ന് വെടിവെക്കുന്നത്. അവർ തലേ ദിവസം മുതൽ തന്നെ ആ ട്രെയിനിലുണ്ടായിരുന്നു. അവർ ഡൽഹിയിൽ നിന്ന് വളരെ ബോധപൂർവം കൃത്രിമമായി ടിക്കറ്റ് ഉണ്ടാക്കി ട്രെയിനിൽ യാത്ര ചെയ്തതാണ്. അവർ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിൽ അവർ ആദ്യത്തെ ലക്ഷ്യം, ഞാൻ എൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, പിണറായി വിജയനെയാണ്. ഒന്നാമത്തെ ടാർഗറ്റ് പിണറായി വിജയൻ. അത് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ. അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ചാണ് അങ്ങോട്ട് പോയത്, ചണ്ഡീഗറിലേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്, ഞങ്ങളെല്ലാവരും മരിച്ചുപോയ ചടയൻ ഗോവിന്ദൻ്റെ കുടുംബമൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം ഒന്നിച്ചങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോൾ കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഉണ്ടെന്ന് ഞങ്ങളോടൊപ്പം. ഞങ്ങൾ ഈ 3-4 കുടുംബങ്ങൾ തന്നെയാണ്. തിരിച്ചു വരുമ്പോൾ അതുപോലെ വരുമെന്നാണ് ധരിച്ചത്. പക്ഷേ പിണറായി ബോംബെ വഴിയും കോടിയേരി ചെന്നൈ വഴിയും, ഞാൻ നേരെ നമ്മുടെ ഈ ഏപ്രിൽ 14 വിഷുവാണ്. അതുകൊണ്ട് മലബാറിൽ പ്രത്യേകിച്ച് വിഷു ആഘോഷം ഒരു മഹോത്സവമാണ്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വളരെ താല്പര്യപൂർവ്വം കുടുംബസമേതം രാജധാനിക്ക് ഞാൻ നേരെ പുറപ്പെട്ടതാണ്. ഈ രാജധാനിയിൽ ഞങ്ങളെല്ലാം ഉണ്ടാകും എന്ന് ധരിച്ചിട്ടാണ് ചാർട്ട് നോക്കി കയറിയത്. പക്ഷേ ട്രെയിനിൽ കയറിയപ്പോഴാണ് ഞാനേ ഉള്ളൂ, പിണറായി വിജയൻ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്നാണ് ഇവർ എനിക്ക് നേരെ 2ാമത്തെ ദിവസം രാവിലെ വെളുപ്പാങ്കാലത്ത് ഈ ആക്രമണം നടത്തിയത്. ഞാൻ ഇവിടുന്ന് ചികിത്സ കഴിഞ്ഞ് പിന്നീട് ഞാൻ UK പോയി. UK ചികിത്സയൊക്കെ കഴിഞ്ഞ് അവിടെ പോയപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്, എനിക്ക് ആ വെടിവെപ്പിൻ്റെ ഭാഗമായി ചില വിഷമങ്ങളുണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ജീവിക്കുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ വേദന എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു അത്. ഇതൊരു സംഭവം. ഇതിനപ്പുറത്തുമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നേരെ ബോംബെറിഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, 2-3 തവണ. ഞാൻ അതിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു തവണ ഞാൻ യാത്ര ചെയ്യുന്ന കാറിന് നേരെ ബോംബെറിഞ്ഞ് കാറിൻ്റെ ഡോറ് തന്നെ തകർന്നു പോയി. ഒരു ഭാഗത്തല്ല. ഇപ്പം എനിക്ക് തന്നെ തോന്നുന്നു, ഞാനിങ്ങനെ ജീവിച്ചുകൂടെ നിങ്ങളെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് തന്നെ എന്തോ ഒരു ചെറിയ ഭാഗ്യമുണ്ട് എന്നാണ്. ഭാഗ്യത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിലും ചിന്തിച്ചു പോകാം. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ബോംബേറിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒട്ടനവധി ഇതിലൂടെയാണ് കടന്നു വന്നത്. പക്ഷേ അതല്ല ഇടതുപക്ഷത്തെ പ്രസ്ഥാനത്തെ തകർക്കാൻ, ആ ജീവിതത്തെക്കുറിച്ചോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോ അല്ല, ഇല്ലാത്ത കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് വ്യക്തിഹത്യ നടത്തി അതുവഴി പ്രസ്ഥാനത്തെ തകർക്കുക. ഇതാണ് കേരളത്തിൽ ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ്, ഇതാണ് എൻ്റെ ജീവിതം. വായിക്കാൻ കഴിയുന്നവരൊക്കെ വായിക്കട്ടെ, മനസ്സിലാക്കാൻ കഴിയുന്നവരൊക്കെ മനസ്സിലാകട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത്തരമൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇതിന് അനുബന്ധമായി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. EP ജയരാജൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും K സുധാകരൻ DCC പ്രസിഡന്റുമായിരുന്ന സമയത്താണ് ഈ സംഭവങ്ങൾ അത്രയും അരങ്ങേറിയത്. ഈ പറഞ്ഞ ബോംബാക്രമണവും ട്രെയിനിൽ നടന്നിട്ടുള്ള വെടിവെപ്പുമെല്ലാം അരങ്ങേറിയത്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവരോടൊക്കെ എന്താണ് തോന്നുന്നത്? ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വന്ദേ ഭാരത് ട്രെയിനിലാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സുധാകരൻ ഇങ്ങോട്ടുണ്ട്. ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. എൻ്റെതേ എനിക്ക് പറയാൻ പറ്റൂ. ഒരാളോടും
പകയോ വിദ്വേഷമോ വെച്ച് പുലർത്താറില്ല. എന്തുകൊണ്ടാണ് എന്നെ ആക്രമിക്കുന്നത്? വ്യക്തിപരമായി എന്നെ നശിപ്പിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെ തകർക്കാനാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടാണ് അവരെല്ലാം സ്വീകരിച്ചത്. ആ തെറ്റായ രാഷ്ട്രീയത്തെ അതിൻ്റെ പിന്നിൽ അണിനിരന്ന ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്തി ഞാൻ എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കലാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ബോംബ് മാത്രമല്ല, വെട്ടാനും കൊല്ലാനും ഒക്കെ വന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിനിടയിലേക്ക് ഒക്കെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. അതുകൊണ്ട് ഒരാളോടും, ഒരുപക്ഷെ നിങ്ങളിത് വെറുതെ പറയുന്നതാണ് ധരിച്ചേക്കും, ഒരാളോടും വ്യക്തിപരമായ പകയോ വിദ്വേഷമോ വെച്ചു പുലർത്തുന്നവർ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കില്ല. അത്തരമൊരു ശീലം ഞങ്ങൾക്കില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുന്നവരാണ്. മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്നവരാണ്. എൻ്റെ ജീവൻ അപകടപ്പെട്ടാലും മറ്റുള്ളവർ രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശത്രുതയോ അതുപോലുള്ള മനോഭാവങ്ങളോ ഉണ്ടാകില്ല. മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യ താല്പര്യം സംരക്ഷിക്കാനും പഠിച്ചിട്ടുള്ളവരെന്നുള്ള നിലയിൽ ആ നിലപാട് സ്വീകരിച്ചാണ് പ്രവർത്തിക്കുക. പ്രത്യയശാസ്ത്ര പിടിവാശിയും വ്യക്തിപരമായ പിടിവാശിയും എല്ലാ കാലവും തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് ഇ പി ജയരാജൻ തൻ്റെ ആത്മകഥയിൽ വ്യക്തമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ആ ചോദ്യം ചോദിച്ചത്. മറ്റൊരു കാര്യം അറിയാനുള്ളത്, ഇ പി ജയരാജൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെതാണെന്ന ആ മട്ടിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിനൊരു പരസ്യമൊക്കെ വരികയും നേരത്തെ അതിനെപ്പറ്റി പറഞ്ഞു തുടക്കത്തിൽ. ആ പുസ്തകത്തിൻ്റെ പേര് വളരെ കൗതുകമായിരുന്നു. അവർ ഇറക്കും എന്ന് പറഞ്ഞിരുന്ന പുസ്തകത്തിൻ്റെ പേര് വളരെ കൗതുകകരമായിരുന്നു. അത് കട്ടൻ ചായയും പരിപ്പുവടയും എന്നായിരുന്നു അതിൻ്റെ പേര്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മുമ്പൊരിക്കൽ ഇ പി ഒരു പൊതുയോഗത്തിൽ ഈ എല്ലാ കാലവും കമ്മ്യൂണിസ്റ്റുകാർ കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ച് ജീവിക്കേണ്ടവരാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇപ്പം ഞാൻ ആ കാര്യം ഒന്നും കൂടി ഇ പി വ്യക്തമാക്കും എന്ന് ആഗ്രഹിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർഭാട ജീവിതം ആവാം എന്നാണോ അന്ന് പറഞ്ഞിരുന്ന ആ കാര്യത്തിൻ്റെ ധ്വനി? ഈ കട്ടൻ ചായയും പരിപ്പുവടയും ആ പ്രയോഗം ഇന്ന് പല എഴുത്തുകാരും അവർ ഈ കൊട്ടേഷനിൽ, ചില ഉദ്ധരണികളിൽ ഇത് ചേർക്കുന്നുണ്ട്. ചില സിനിമാക്കാർ ഈ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് അവരുടെ ഈ സ്ക്രിപ്റ്റിൽ ചേർക്കുന്നുണ്ട്. അങ്ങനെ അതിപ്പോൾ ഒരു പ്രശസ്തമായ ഒരു പദപ്രയോഗമായി വന്നിട്ടുണ്ട്. കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ളത് ഞാൻ വിശദീകരിച്ചു കൊണ്ടിരുന്ന കാര്യത്തിൻ്റെ ഒരു പദം മാത്രമാണത്. കാരണം ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മനുഷ്യൻ്റെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിലുണ്ടാകുന്ന എല്ലാ ശാസ്ത്രീയ നേട്ടങ്ങളെയും ശാസ്ത്രത്തിൻ്റെ വളർച്ചയെയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, ആ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഒളിവ് ജീവിതം നയിച്ച പാർട്ടിയായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമെടുത്താൽ തന്നെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നിരവധി തവണ നിരോധിച്ച പാർട്ടിയാണ്. ചെറിയ പാർട്ടിയായിരുന്നു, ചെറുതെന്ന് വെച്ചാൽ വളരെ ചെറിയ പാർട്ടിയായിരുന്നു. പക്ഷെ അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റവും വലിയ അപകടകരമായി കണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിരോധിക്കപ്പെട്ടിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട പാർട്ടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കളും അന്ന് ജയിലിനകത്താണ്. സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പലരും പുറത്തു വന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യാനന്തര കാലഘട്ടങ്ങളിൽ, സ്വാതന്ത്ര്യത്തിന് മുൻപും ഒട്ടനവധി പ്രതികൂല സാഹചര്യങ്ങൾ മുറിച്ചു കടന്നു വന്ന പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രവർത്തന രീതിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനമില്ലാത്ത കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയിലാണ് പ്രവർത്തിക്കുക, അതനുസരിച്ചാണ് പ്രവർത്തിക്കുക. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും
മെച്ചപ്പെട്ട ജീവിതം നയിക്കരുത് എന്ന് മാത്രമല്ല, അവർ സാമൂഹ്യ ജീവിതത്തോടൊപ്പം വരരുത്. അവരിങ്ങനെ കുളിക്കുകയോ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുക ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പിറന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ആക്ഷേപിക്കുക. ഈ വളർച്ചയെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്ന നിരീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായി വിശദീകരിക്കപ്പെടുക. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൻ്റെ എല്ലാ വളർച്ചയെയും കണ്ടുകൊണ്ട്, ശാസ്ത്ര നേട്ടങ്ങൾ, ശാസ്ത്ര വളർച്ചയെ കണ്ടുകൊണ്ട് അവയെ മനുഷ്യരുടെ ആകെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ശാസ്ത്രീയമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും ഒരു നിരോധിക്കപ്പെട്ട പാർട്ടിയെപ്പോലെ കഴിഞ്ഞുകൂടേണ്ടതല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പാർട്ടിയല്ല, ഇപ്പോൾ നിയമവിധേയമായി പ്രവർത്തിക്കുന്നു. ഇനി നിരോധിക്കില്ല എന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ നിരോധിക്കപ്പെട്ട പാർട്ടിയല്ല. അടിയന്തരാവസ്ഥയുണ്ടായിരുന്നു ഇന്ത്യയിൽ. അന്ന് പല നേതാക്കളും ഒളിവിലായിരുന്നു. ഞാൻ ജയിലിലുണ്ടായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഓരോ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങളെ വിലയിരുത്തി ജനസംരക്ഷണത്തിന് വേണ്ടി അടവുപരമായ നിലപാടുകൾ സ്വീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ട്രാറ്റജിയാണ്. അത് ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കും എന്നാണ് അന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോഴും പറയുന്നത്, ഈ ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ പുരോഗതികളെയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിൽ നിന്നും മനുഷ്യനെ വളഞ്ഞു വെക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും പുരോഗമനപരമായ ചിന്തയിലേക്ക് മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരണം. മനുഷ്യൻ്റെ ബുദ്ധിപരമായ വളർച്ചയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പ്രപഞ്ചത്തെ കീഴടക്കാനുള്ള മനുഷ്യൻ്റെ ആർജവം, കഴിവ് വളർത്തിയെടുക്കണം. അതിനുവേണ്ടി വിദ്യാഭ്യാസം, പഠനം, ഈ കാര്യങ്ങളിലെല്ലാം പ്രോത്സാഹിപ്പിക്കുക, പഠിപ്പിക്കുക, അറിവ് നേടുക എന്ന നയം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് തന്നെയാണ് അന്ന് ഞാൻ വ്യക്തമാക്കിയത്. അതാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യം. അതുപോലെ തന്നെ EPA വിടാതെ പിന്തുടർന്ന ഒരു വിവാദമായിരുന്നു നമ്മുടെ ടൂറിസം നയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഒരു പ്രസ്താവന. കള്ള് ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കണം എന്നുള്ളതായിരുന്നു ആ അഭിപ്രായ പ്രകടനം. അതിന് അനുകൂലമായും പ്രതികൂലമായും വലിയ ചർച്ച നടക്കുകയുണ്ടായി. ഇപ്പോഴും ആ തീരുമാനത്തിൽ, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ കേരളം ഒരു നാളികേരത്തിൻ്റെ നാടാണ്. കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായിരുന്നു. ഇന്നതല്ല. ഇന്ന് നമ്മൾ 4ാം സ്ഥാനത്തേക്ക് പുറത്തള്ളപ്പെട്ടിരിക്കുകയാണ്. ഈ നാളികേരം നമ്മുടെ കേരളത്തിൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ ഒരു വിഭവമായിരുന്നു. ഇപ്പോൾ അധ്യാപകർ, NGOമാർ, കച്ചവടക്കാർ, മറ്റിടത്തരക്കാർ, ഇവരുടെയൊക്കെ ഒരു പുറം വരുമാനമായിരുന്നു ഈ കാർഷിക വിഭവം, നാളികേരം. ആ നാളികേരത്തെ ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കണം. ആ നാളികേരത്തെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാളികേരത്തിൽ നിന്നാണ് നമ്മൾ ടോഡി, ഇപ്പോൾ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ നാളികേരത്തിൽ നിന്ന് അത് ലിക്കറാകാതെ ആ ദ്രാവകം, ആ ലിക്വിഡ് നേരെ എടുക്കുകയാണെങ്കിൽ അത് മദ്യമല്ല. ഏറ്റവും ഊർജം നൽകുന്ന, മനുഷ്യ ശരീരത്തിന് ഏറ്റവും ഊർജവും കരുത്തും നൽകുന്ന ഒരു പാനീയമായിരിക്കും. പഴയ കാലത്ത് കേരളത്തിൻ്റെ അറിയാം, സ്ത്രീകളൊക്കെ പ്രസവിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഈ ഇളം കള്ള്, അതായത് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് നേരെ എടുക്കുന്ന ഈ ഇളം കള്ള് കൊടുക്കും. അത് ലിക്കറല്ല, അത് നല്ലൊരു ലിക്വിഡാണ്, നല്ലൊരു ദ്രാവകമാണ്, നല്ലൊരു പാനീയമാണ്. ആ പാനീയം ആരോഗ്യത്തിന് ഗുണകരമാണ്, രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നതാണ്. ആ പാനീയം എടുത്ത് അതിനെ ലിക്കറാക്കുന്നു, അതിൽ ലിക്കറാക്കി ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് തെറ്റായിട്ടുള്ള നടപടി. ഇത് പൂർണ്ണമായി എടുത്ത് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതാണ്. അതുകൊണ്ട് ഞാനത് ഈ നാളികേരം മുഴുവൻ ഫലപ്രദമായി ഉപയോഗിക്കണം. ഇതിൽ നിന്ന് നല്ലതുപോലെ ഈ നീര നമുക്ക് സംഭരിക്കാൻ കഴിയണം. ആ നീര സംഭരിച്ച് അത് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ
രാവിലെയൊക്കെ കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പം പശ്ചിമ ബംഗാളിലൊക്കെ പോയിട്ടുള്ളവർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാകും. നമുക്ക് പശ്ചിമ ബംഗാളിൽ രാവിലെ ആകുമ്പോൾ ഈ പനങ്ങളിൽ തണ്ടിൽ കെട്ടി ഗ്ലാസുമായിട്ട് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വിൽപ്പനയ്ക്ക് വരും. അത് നമ്മൾ രാവിലെ കഴിക്കുന്ന രാവിലത്തെ ചായക്ക് പകരം, മോർണിംഗ് ടീക്ക് പകരം ഉപയോഗിക്കുന്നത് നല്ലൊരു ഭാഗം ഈ ലിക്വിഡാണ്. അത് ഒരു നല്ലൊരു പാനീയമാണ്. അത് ശരീരത്തിന് ലിക്കറിൻ്റെതല്ല, ഏറ്റവും ഗുണകരമായിട്ടുള്ള ഫലം നൽകുന്നതാണ്. അതുതന്നെയാണ് നാളികേരത്തിൻ്റെയും ഈ കള്ള് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അത് ലിക്കറാകാതെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പണ്ട് കാലത്ത് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ശർക്കര, ഈ നമ്മുടെ പഴയ കാലത്ത് സ്ത്രീകളൊക്കെ പ്രസവിച്ചാൽ അവർക്ക് ഈ ശർക്കര കൊടുക്കും. ശർക്കരയിൽ നിന്ന് പല മരുന്നുകളും ഉണ്ടാക്കി കൊടുക്കും. വൈദ്യശാസ്ത്ര രംഗത്ത് ആയുർവേദത്തിൽ ഏറ്റവും ഉപയോഗിക്കുന്നത് ഈ ശർക്കരയാണ്. അത് ഈ തെങ്ങിൻ്റെ ഈ ഗുണമാംശം ഉള്ളത് കൊണ്ടാണ്. അപ്പം അതിൻ്റെ യാഥാർത്ഥ്യമാണത്. ആ യാഥാർത്ഥ്യത്തെ കാണാതെ ധാരാളം തെങ്ങ് വെച്ച് പിടിപ്പിച്ച് ഇത് മുഴുവൻ എടുത്ത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കാർഷിക മേഖലയിൽ വലിയൊരു വരുമാനമാകും. ആ വരുമാനം നമ്മുടെ കുടുംബജീവിതത്തെ മെച്ചപ്പെടുത്തും, സാമൂഹിക ജീവിതത്തെ മെച്ചപ്പെടുത്തും. എല്ലാവരുടെയും സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇന്ന് ഒരു 5 തെങ്ങ് വെച്ച് പിടിപ്പിക്കാത്തൊരു പറമ്പുമില്ല. 5 സെൻറ്റ് ഭൂമി വാങ്ങിയാൽ അവിടെ തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് ലിക്കറായി കളഞ്ഞ് അതിനെ മദ്യമാക്കി മയക്കുമരുന്ന് ചേർത്ത് വികൃതമാക്കരുത്. അത് തെറ്റായ നടപടിയാണ്. അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് ഗുണകരമാണ്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുന്നൊരു കാര്യമല്ല. ഇത് വസ്തുതാപരമായി തെളിയിക്കപ്പെട്ട ഏറ്റവും ഗുണകരമായ ഒരു പാനീയമാണത് എന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ബന്ധമായിരുന്നു താങ്കളും MVR തമ്മിലുണ്ടായിരുന്നത്. ബദൽ രേഖയുടെ പേരിൽ MV രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ സമയത്ത് പിണറായി വിജയന്റെ കൂടെ നിന്ന് MV രാഘവന്റെ കൂടെ ആളുകൾ പോകാതിരിക്കാൻ പ്രതിരോധ കോട്ട തീർത്തതിൽ മുൻപന്തിയിൽ EP ജയരാജനായിരുന്നു. അവസാന കാലത്ത് പാർട്ടി MV രാഘവനുമായിട്ട് മാനസികമായിട്ട് അടുക്കുന്ന ഒരു നിലയും ഉണ്ടായി. അപ്പം ഏറ്റവും അടുത്ത ഗുരുവായും ആത്മമിത്രമായും അവസാനം ശത്രുവായി തീർന്ന MV രാഘവനുമായിട്ടുള്ള ബന്ധം അവസാന കാലത്ത് എങ്ങനെയായിരുന്നു? ഞാൻ എന്നും പാർട്ടിയോടൊപ്പം നിന്നിട്ടുള്ളതാണ്. അത് ആ ഘട്ടത്തിൽ മാത്രമല്ല, അതിന് മുൻപും പല ഘട്ടങ്ങളിലും അതിന് ശേഷവും പാർട്ടി നയം കാത്തു സൂക്ഷിക്കാൻ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുള്ളൊരു പാർട്ടി പ്രവർത്തകനായിരുന്നു. MV രാഘവനും ഞാനും തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. ഏറ്റവും അടുത്തത് ഒരുപക്ഷെ പലർക്കും വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും വ്യക്തിബന്ധമുള്ള, എൻ്റെ വീടിനടുത്താണ് അദ്ദേഹം ഒരു കേസിൽപ്പെട്ട് ഒളിവിൽ താമസിപ്പിക്കുന്ന അവസരത്തിൽ ഞാനാണ് അദ്ദേഹത്തെ ഒളിവിലൊക്കെ കൊണ്ടുപോയി താമസിപ്പിച്ചതൊക്കെ. വലിയ ബന്ധങ്ങളാണ്. അദ്ദേഹവുമായിട്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട്, എല്ലാവരുമായിട്ട് എനിക്ക് ബന്ധമാണ്. പക്ഷേ രാഷ്ട്രീയമായുള്ള പ്രശ്നം വന്നാൽ ആ രാഷ്ട്രീയ പ്രശ്നം വ്യക്തിഗതമായ പ്രശ്നത്തിനപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ശരിയായ രാഷ്ട്രീയ നയം ഏത്? ഞാൻ അതിനോടൊപ്പം നിന്നു. അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ നയം തെറ്റാണെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ച പ്രത്യയശാസ്ത്രം, ആ രാഷ്ട്രീയ നയം അത് വിജയിപ്പിക്കാൻ, ജനങ്ങളെ അണിനിരത്താൻ ഞാൻ എൻ്റെ കഴിവുകൾ എടുത്ത് ഉപയോഗിച്ചു. അന്ന് കേരളത്തിലെ പാർട്ടി നേതാക്കളെല്ലാം EMS ഒക്കെ ആ പാർട്ടി നയം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒട്ടനവധി നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള നേതാക്കളാണ്. ആ ചുമതല നിർവഹിക്കുന്നതിൽ യഥാർത്ഥത്തിൽ നിന്ന് പിണറായി വിജയനൊക്കെ നിർവഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. ഈ പാർട്ടിയെ ഒരു തരത്തിലും ക്ഷീണിക്കാൻ ഇടവരരുത് എന്ന് ധരിച്ച് കാത്തു സൂക്ഷിച്ചിരുന്നു. പിൽക്കാലത്ത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ശരിയെന്ന് തെളിഞ്ഞു. പ്രത്യേക പാർട്ടി രൂപീകരിച്ച് പോയ രാഘവൻ്റെ പാർട്ടി പൊളിഞ്ഞു. പിന്നെ MV രാഘവനാണെങ്കിൽ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. പിന്നെ പഴയ കാലത്തുണ്ടായിരുന്ന നില വെച്ച് നിൽക്കേണ്ട കാര്യമില്ല. പാർട്ടിയിലേക്ക്, ആ പാർട്ടിയിൽ നിന്ന് വരാവുന്ന ആളുകളെയൊക്കെ പാർട്ടിയോടൊപ്പം ചേർത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. ആ രാഷ്ട്രീയ നിലപാട് പിൽക്കാലത്ത് സ്വീകരിച്ചു. അതാണ് ശരിയായി സ്വീകരിക്കേണ്ടത്. MV രാഘവൻ അവതരിപ്പിച്ച ബദൽ രേഖയായിരുന്നു അതിൻ്റെ ഒരടിസ്ഥാനം.
ലീഗുമായിട്ട് ബാന്ധവമാവാം എന്നുള്ളതായിരുന്നു അതിലെ നിർദ്ദേശം. ആ ബദൽരേഖ എം വി രാഘവൻ അന്ന് കൊണ്ടുവന്നത് ശരിയാണ് എന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം ഇത് ചോദിക്കാൻ കാരണം, തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ വരുന്ന സമയത്തെല്ലാം ഒന്നുകിൽ ലീഗ് വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ലീഗ് വേണ്ട, ലീഗുകാർ വരട്ടെ എന്നുള്ള നിലപാടിലേക്ക് CPM പലപ്പോഴും നിലപാടിൽ ഇത്തിരി വെള്ളം ചേർത്ത് ഒന്ന് മയപ്പെടുത്തുന്നതായി കണ്ടിട്ടുണ്ട്. അത് ശരിയായിരുന്നു ആ നിലപാട്? ഞങ്ങളിങ്ങനെ ഏതെങ്കിലും കുറേ പാർട്ടികളെ കൂട്ടുപിടിച്ചൊരു മുന്നണിയായി ജനങ്ങളുടെ പ്രശ്നം എല്ലാ കാലത്തും പരിഹരിക്കാൻ കഴിയുമെന്ന് ധരിക്കുന്നില്ല. ഞങ്ങൾ പാർട്ടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു ബഹുജന സ്വാധീനം വളർത്തിയെടുക്കണം. ഇവിടെ ലീഗിനെ കൂട്ടുക അത് ഭരണത്തിന് വേണ്ടി, ഭരണത്തിൻ്റെ ആർത്തിയുടെ ഭാഗമായിട്ടാണ്. ഞങ്ങൾക്കിപ്പോൾ കേരളത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ സുശക്തമാണ്. അത് വളരെ കെട്ടുറപ്പുള്ളതാണ്. മുസ്ലിം ലീഗ് വേറൊരു പാർട്ടി, അവർ UDF-നോടൊപ്പം പോയി, UDF-നോടൊപ്പം നിൽക്കുന്നു. അവർ അവരുടെ നിലപാട് സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്നാലെ പോകേണ്ട ഒരു ഗതികേടും ഇടതുപക്ഷ പാർട്ടികൾക്ക് CPM-നില്ല. ഞങ്ങൾ കൂടുതൽ ശക്തി സമാഹരിക്കുകയാണ്. ആ ശക്തി സമാഹരിച്ചുകൊണ്ട് വേണം ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ. അതാണ് ഞങ്ങളുടെ സമീപനം. അതുകൊണ്ട് ഏതെങ്കിലും അധികാരത്തിന് വേണ്ടി ഏതെങ്കിലും പാർട്ടിയെ താൽക്കാലികമായി കൂട്ടുപിടിക്കുക, മന്ത്രിസ്ഥാനം കൊടുക്കുക, സ്ഥാനമാനങ്ങൾ കൊടുക്കുക, ഈ അവസര രാഷ്ട്രീയത്തിന് CPM എല്ലാ കാലത്തും എതിരാണ്. CPM-ൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇടക്കാലത്ത് CPM ഏറ്റവും ശക്തമായി നേരിടുന്ന RSS-ൽ നിന്ന് കുറേ ആളുകളെ CPM-ലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കൂട്ടത്തിൽ വന്ന ചില നേതാക്കൾ ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അണികളിൽ പലരും തിരിച്ചുപോയി എന്ന് തോന്നുന്നു. RSS പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഒരാൾക്ക് ഒരു മനഃശുദ്ധി വന്ന് പെട്ടെന്ന് CPM-ലേക്ക് ആകർഷണമാവുന്നു എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയ യുക്തി എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ജനകീയ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിച്ച് ജനവിശ്വാസം നേടിയെടുത്തുകൊണ്ട് വളരാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. ഒരു ദിവസം ഒരു പാർട്ടി, പിറ്റേ ദിവസം വേറൊരു പാർട്ടി, അങ്ങനെയുള്ളവർക്കൊന്നും പൊതു താല്പര്യങ്ങളേ ഇല്ല. അങ്ങനെ ചിന്തിക്കുന്നവരുമല്ല ഞങ്ങൾ. ഇനി ഞങ്ങളുടെ ശരിയായ നിലപാട് കണ്ട് മറ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് കേരളത്തിൽ ശക്തിപ്പെടാൻ എന്താ കാരണം? ഞങ്ങളുടെ ബഹുജന സ്വാധീനം വർദ്ധിക്കാൻ എന്താ കാരണം? ഞങ്ങളുടെ നയങ്ങളാണ്, ഞങ്ങളുടെ പരിപാടികളാണ്. ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് കേരളത്തിലെടുത്താൽ ഇപ്പോൾ 2016-ൽ 92 സീറ്റേ ഉള്ളൂ. 21-ൽ 92 സീറ്റ് നേടി അധികാരത്തിലേക്ക് വന്നു. ജനപിന്തുണയിൽ വലിയ മാറ്റമുണ്ടായി. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. വലിയ ജനപിന്തുണ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ 2026-ലേക്ക് പോകും. 26-ൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം നോക്കിയാൽ ഇന്ന് നിരീക്ഷിക്കുമ്പോൾ ഒരു വലിയ കുതിപ്പാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളത്. അതിൻ്റെ കാരണം കേരളത്തിൽ ജനങ്ങളുടെ പ്രശ്നം ശരിയായി മനസ്സിലാക്കി ഓരോന്നിനും പരിഹാരം കണ്ടെത്തി 3.5 കോടി മലയാളികളുടെ ജന്മനാടായിട്ടുള്ള ഈ കേരളത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ, ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം കാണാൻ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിച്ചുകൊണ്ട് കേരളത്തെ ഒരു പുതിയ കേരളമാക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു കാര്യം, ഈ കേരളത്തിൽ 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആരംഭിച്ചത് 300 രൂപയിൽ നിന്നാണ്. പിന്നെ 1600 ആക്കി ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ മാറ്റി, ഇപ്പോൾ 2000 ആക്കി. 62 ലക്ഷം ആളുകൾക്ക്. ഇപ്പോഴാകട്ടെ ഗവൺമെൻറ് മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിക്കഴിഞ്ഞു. ഒരു പെൻഷനുമില്ല, ഒരു ആനുകൂല്യങ്ങളുമില്ലാത്ത പാവപ്പെട്ട സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് വരുമാനമില്ല. അങ്ങനെയുള്ള സ്ത്രീകളെ കണക്കെടുത്തപ്പോൾ കേരളത്തിൽ ഒരു 31 ലക്ഷം സ്ത്രീകളുണ്ട്. ഗവൺമെൻറ് ആലോചിച്ച് അവരെ രക്ഷിക്കണം. ഒരു ചെറിയ വരുമാനം, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ 1000 ഉറുപ്പിക മാസം പ്രതി.
അവർക്ക് സഹായം കൊടുക്കുക. ഇത് നോക്കുമ്പോൾ തന്നെയാണ് യുവാക്കളിൽ തൊഴിൽ രഹിതരുണ്ട്. അപേക്ഷാ ഫോറം വാങ്ങാൻ കാശില്ല. ഇൻ്റർവ്യൂവിന് പോകാൻ ആരോടെങ്കിലും കാശ് മേടിക്കണം. എന്തെങ്കിലും ഒരു തൊഴിലിന് വേണ്ടി ഒരു പരിശീലനം നേടാൻ സ്വന്തമായി ത്രാണിയില്ല. 25 വയസ്സ് കഴിഞ്ഞു, 28ആയി, 30ആയി. ഇങ്ങനെയുള്ള നിരവധി യുവതി യുവാക്കളുണ്ട്. അവർക്ക് സ്വന്തമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ, അവർക്കൊരു ജോലി ലഭിക്കുന്നതിന് ഇടയിൽ ജോലി ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ അവർക്ക് മാസം പ്രതി 1000 ഉറുപ്പിക വീതം നൽകാനുള്ളൊരു പദ്ധതി കേരളത്തിൽ ഏതാണ്ട് ഇപ്പോൾ ഈ 3 പെൻഷൻ കൂടി, ഈ 3 സേവനങ്ങൾ കൂടി കണക്കിലെടുത്താൽ 1 കോടിയിലധികം വരും. ഈ 1 കോടിയിലധികം ആളുകൾക്ക് ഇങ്ങനെ പെൻഷൻ ആനുകൂല്യം കൊടുക്കുന്നതിനെക്കുറിച്ച് ചിലർ പറയും, എന്തിനാ ഇങ്ങനെ? ഇതൊരു ഇടതുപക്ഷ നയമാണ്. ഇതിൻ്റെ അടിസ്ഥാനം ഈ പണം മുഴുവൻ കേരളത്തെ ആകെ വികസിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട്? ജർമ്മനിയിലൊക്കെ മുമ്പ് ജനങ്ങൾ ബാങ്ക് കവർച്ച കൊള്ള ചെയ്തിരുന്നു. കാരണം ജനങ്ങളുടെ കൈവശം വാങ്ങാനുള്ള പണമില്ല, ക്രയശക്തിയില്ല. അതുകൊണ്ട് ഉൽപ്പാദനം സ്തംഭിച്ചു, വാങ്ങാൻ കച്ചവടം നടക്കുന്നില്ല, വ്യവസായശാല പൂട്ടുന്നു, തൊഴിലില്ല, ജനങ്ങൾ ക്ഷുഭിതരായിട്ട് ബാങ്ക് കൊള്ള ചെയ്യുന്നു. ഇത് വരുന്നത് ജനങ്ങളുടെ കൈവശം വാങ്ങാനുള്ള പണമില്ലാത്തതുകൊണ്ടാണ്. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് തീരുമാനിച്ചത് ജനങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകണം. ആ സാമ്പത്തിക ശേഷി ഉണ്ടാകാൻ ഗവൺമെൻറ്റിൻ്റെ ഖജാനാവിൽ പണം കെട്ടിക്കിടക്കല്ല വേണ്ടത്, അത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ജനങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ക്രിയാത്മകമാക്കണം. അതുകൊണ്ട് 1 കോടി ആളുകൾക്ക് ഈ ആനുകൂല്യം കൊടുക്കുക വഴി കേരളം വികസിക്കുകയാണ്. ഈ 1 കോടി രൂപ കേരളത്തിൽ ഡെഡ് മണിയാണോ? മാസം പ്രതി 2000 ഉറുപ്പിക വീതം 62 ലക്ഷം ആളുകളുടെ കൈവശം പണം എത്തിയാൽ, 31 ലക്ഷം സ്ത്രീകളുടെ കൈവശം മാസം പ്രതി 1000 ഉറുപ്പിക എത്തിയാൽ ആ പണം ഡെഡ് മണിയല്ല, അത് ക്രിയേറ്റീവാണ്. ആ പണം മാർക്കറ്റിൽ വരും. ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ, ആഹാര സാധനം വാങ്ങുന്നവർ, മത്സ്യവും മാംസവും വാങ്ങുന്നവർ, നിത്യോപയോഗ സാധനം മരുന്ന് വാങ്ങുന്നവർ, വസ്ത്രം വാങ്ങുന്നവർ, ഈ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങും. അപ്പോൾ മാർക്കറ്റ് സജീവമാകും. മാർക്കറ്റ് സജീവമാകുമ്പോൾ ഉൽപ്പാദനം വർദ്ധിക്കും. ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ വ്യവസായം വരും. ഇപ്പോഴെന്തുകൊണ്ടാണ് കേരളത്തിൽ വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾ ധാരാളം തട്ടുകടകൾ വരുന്നില്ലേ? ചെറിയ ചെറിയ കടകൾ എത്ര വരുന്നുണ്ട്? എന്തുകൊണ്ടാണ്? ഈ കേരളത്തിൽ ജനങ്ങളുടെ കൈവശം ഇപ്പോൾ വാങ്ങാനുള്ള ക്രയശക്തി ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നിരീക്ഷണത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മാറ്റം. ഗവൺമെൻറ് അതിനു വേണ്ടി ഒരു സാമ്പത്തിക നയം, അതാണ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി കടം മേടിക്കും. കടമില്ലാത്ത ഗവൺമെൻറ് ഉണ്ടോ? കേന്ദ്ര ഗവൺമെൻറ്റിന് 12.5 ലക്ഷം കോടി രൂപ കടമാണ്. നമുക്ക് വികസിക്കണം, നമ്മുടെ കൈവശം പണമില്ല. വികസനം ഉണ്ടായാലേ നാട് അഭിവൃദ്ധിപ്പെടും. പണമില്ലാത്തവരെന്ത് ചെയ്യും? കടം മേടിക്കും. ആ കടം ഇൻവെസ്റ്റ് ചെയ്യും, അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കും, ഒട്ടനവധി സംരംഭങ്ങൾ ഉണ്ടാകും. ആ സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ, വികസനം ഉണ്ടാകുമ്പോൾ നികുതി വരുമാനം കൂടും, റിട്ടേൺസ് ഉണ്ടാകും. ആ റിട്ടേൺസ് ഉപയോഗിച്ച് കടം വീട്ടും. ഇങ്ങനെ മാത്രമാണ് നാട് നന്നാക്കിയെടുക്കാൻ കഴിയുക. അല്ലാതെ ഈ പണമെല്ലാം ഖജാനാവിൽ കിടക്കട്ടെ. ജനങ്ങൾക്ക് വേണ്ടി പണത്തെ ഉപയോഗിക്കുക. രാജ്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു ടാർഗറ്റ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ആ ടാർഗറ്റ് പ്രധാനമായും അതിദരിദ്രർ ഇല്ലാത്ത കേരളമാകണം. ആകെ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കണക്ക് പരിശോധിച്ചപ്പോൾ 64,000 ആളുകൾ ദാരിദ്ര്യരേഖ താഴെയായിരുന്നു. ഓരോ കുടുംബത്തിൻ്റെയും സ്ഥിതി പരിശോധിച്ചു. അങ്ങനെ അവർ ദാരിദ്ര്യരേഖയിൽ നിന്ന് മുക്തി നേടണമെങ്കിലോ ഒരു ജോലി വേണം, അവർക്ക് വരുമാനം വേണം, അവർക്ക് മറ്റു വീടുകൾ വേണം. ഇങ്ങനെ ഓരോ കുടുംബത്തിൻ്റെയും ജീവിത വരുമാനം വർദ്ധിപ്പിക്കാൻ 64,000 കുടുംബത്തിൻ്റെയും ജീവിത വരുമാനം വർദ്ധിപ്പിച്ച് കേരളം അതിദരിദ്രരില്ലാത്ത നാടായി. ഇനിയിപ്പോൾ ആലോചിക്കുന്നത് ദരിദ്രരില്ലാത്ത നാടാകണം. ഇന്നൊരാളും പട്ടിണി കിടക്കുന്നില്ല. നിങ്ങൾ പല പ്രദേശങ്ങളിൽ വന്നിട്ടുള്ളവരായിരിക്കും. മുമ്പ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഈ എറണാകുളം പട്ടണത്തിലൊക്കെ എത്ര കുടുംബങ്ങൾ തെരുവിൽ കഴിഞ്ഞിരുന്നു. ഇന്ന് ഏതെങ്കിലും ഒരു മലയാളി കുടുംബം ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്നുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങുന്നുണ്ടോ? പട്ടണങ്ങളിൽ ടെൻറ്റ് കെട്ടി വീടാക്കി കടകളുടെ മുമ്പിൽ ചാക്ക് കൊണ്ടുവന്ന് കെട്ടി
അവിടെ വീടാക്കി ജീവിക്കുന്നവരുണ്ടോ? ഒരു മലയാളിയും ഉണ്ടാകില്ല. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ചിലപ്പോൾ ചില ആളുകൾ എവിടെ കിടന്നിട്ട് കാണാം. പരിശോധിച്ച് നോക്കിയാൽ അവർ നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികളായിരിക്കും. ഒരു മലയാളിയും തെരുവിൽ കിടക്കുന്നില്ല. ഇത് തനിയെ ഉണ്ടായതാണോ? ഉണ്ടാക്കി തീർത്തതാണ്. അതുണ്ടാക്കലാണ് രാഷ്ട്രീയം, അതുണ്ടാക്കി തീർക്കലാണ് ഭരണം. അതാ ഞങ്ങൾ ചെയ്യുന്നത്. ഇനിയും ഞങ്ങളതാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇന്ന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് റോഡുകൾ വേണം, നിർമ്മിക്കും. പാലങ്ങൾ വേണം, നിർമ്മിക്കും. ആശുപത്രി വേണം, അതുണ്ടാക്കും. അതുപോലെ വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തണം. കേരളത്തിൽ വരുന്ന 5 വർഷക്കാലത്തിനുള്ളിൽ LDFിൻ്റെ ഒരു പ്രോഗ്രാം 20 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുമെന്നുള്ളതാണ്. കൊടുത്തിരിക്കും. നമ്മുടെ സമയം അതിക്രമിക്കുകയാണ്. 2 കാര്യങ്ങൾ കൂടി ചോദിക്കാനാണ്. 2 കാര്യം. ഒന്ന്, ഇനി ദരിദ്രരില്ലാത്ത നാടായിട്ട് കേരളം മാറ്റുന്ന സമയത്ത് ഇപ്പോൾ 75 വയസ്സ് എന്ന് പറയുന്ന ഒരു മാനദണ്ഡം കൊണ്ടുവന്നിട്ടുണ്ട് CPM. 75 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആളുകൾ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഒരു 75 വയസ്സ് എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡം പാർട്ടി കമ്മിറ്റികളിൽ തുടരുന്നതിനുള്ള മാനദണ്ഡം 75 വയസ്സ് എന്ന് നിശ്ചയിച്ചതുകൊണ്ട് പല നേതാക്കൾക്കും അവരുടെ അനുഭവ സമ്പത്തുള്ള നേതാക്കൾക്ക് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതും അതുപോലെ അവരുടെ അനുഭവ സമ്പത്ത് ഉപയോഗിക്കാൻ പറ്റാത്തതും ഒരു സ്ഥിതിയുണ്ട്. ആ സ്ഥിതി ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ തുടർച്ചയായി 2 തവണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ആളുകൾ മാറി നിൽക്കണം എന്നുള്ള തീരുമാനവും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിട്ടുണ്ട്. EP ജയരാജൻ ഏതായാലും തുടർച്ചയായി 2 വർഷം എന്നുള്ള ആ കടമ്പ പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഇലക്ഷനിൽ മത്സരിക്കാതിരുന്നുകൊണ്ട് ആ കടമ്പ പിന്നിട്ടിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ EP-യെ ഞങ്ങൾക്കൊക്കെ ഇടതുമുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 2 കൂടെ കൂട്ടി ചോദിക്കുകയാണ്, സമയമില്ലാത്തതുകൊണ്ട്. രണ്ടാമത്തെ ചോദ്യം, ശബരിമല ഇപ്പോൾ വലിയൊരു വിഷയമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. വിശ്വാസ സമൂഹത്തെ കൈകാര്യം ചെയ്യാൻ CPM കുറച്ചും കൂടി പഠിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണ്. ഈ 75 വയസ്സ് ഒരു 10-60 വർഷക്കാലം, ഇപ്പം ഞാനൊക്കെ ഒരു 65 വർഷക്കാലം പ്രവർത്തിച്ചു കഴിഞ്ഞു. എനിക്കിപ്പോൾ 75 കഴിഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾക്കത് തോന്നുന്നുണ്ടാകില്ല, പക്ഷേ കഴിഞ്ഞു. അതാണ് എൻ്റെ സ്ഥിതി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ മാനസികമായ രാഷ്ട്രീയമായ ഒരു കരുത്തുകൊണ്ടാണ്. പക്ഷെ ഒരു 10-60 വർഷക്കാലം പ്രവർത്തിച്ചു കഴിഞ്ഞു. പിന്നെയുള്ള കാലം ഒന്ന് സുഖമായി ജീവിക്കട്ടല്ലേ. ഒരല്ലലും അലട്ടുമില്ലാതെ കുഞ്ഞു കുട്ടികളെല്ലാമായി സന്തോഷിച്ച് ജീവിക്കുക. അതോടൊപ്പം അവർക്ക് നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും, അവരുടെ കഴിവും പ്രാപ്തിയും നാടിന് ഉപയോഗിക്കുക. ഈ നിലപാടാണ് CPM സ്വീകരിച്ചത്. അത് ഒരു ശരിയായിട്ടുള്ള നിലപാടാണ്. പിന്നെ 2 ടേം എന്നുള്ളത് നമ്മുടെ ഇപ്പോൾ എത്രമാത്രം ചെറുപ്പക്കാർ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നോക്ക്, പകുതി സ്ത്രീകളല്ലേ. കേരളത്തിലെ പകുതി പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും സ്ത്രീകളല്ലേ ഭരിക്കുന്നത്. അവർ ഭരിക്കുമ്പോൾ അവരെ പരിഗണിക്കണ്ടേ, സ്ത്രീകളെ പരിഗണിക്കണ്ടേ, യുവാക്കളെ പരിഗണിക്കണ്ടേ. അതുകൊണ്ട് എല്ലാവർക്കും പരിഗണന കൊടുക്കാനും കഴിവുള്ള ഒട്ടനവധി പേരുള്ളപ്പോൾ അതിനെ എല്ലാം നാടിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. പിന്നെ ചോദിച്ച കാര്യം ശബരിമലയാണ്. ശബരിമല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശന കേന്ദ്രമാണ്. ഈ വിശ്വാസികളുടെ ഒരു വിശ്വാസ കേന്ദ്രമാണ്. ലക്ഷക്കണക്കിന് ഇപ്പോൾ കഴിഞ്ഞ 4-5 ദിവസത്തിനുള്ളിൽ 10-12 ലക്ഷം ആളുകൾ അവിടെ അയ്യപ്പ ദർശനം നടത്തി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആളുകൾ വരികയാണ്. മുമ്പൊക്കെ കേരളവും തൊട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയായിരുന്നു. ഇപ്പോൾ വിദേശങ്ങളിൽ നിന്നൊക്കെ വരികയാണ്. തെലുങ്കാന, കർണാടകം, ആന്ധ്ര, ഉത്തർപ്രദേശ്, പിന്നെ തമിഴ്നാട്, ലക്ഷക്കണക്കിന് നമ്മുടെ തീർത്ഥാടകർ വരില്ലേ. അവർ വന്ന് പോകുന്നു. ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സന്നിധാനവും ഈ ശബരിമലയിലേക്ക് വരുന്ന ലക്ഷങ്ങളുമാണ് ഇന്ന് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു പ്രധാന ഭാഗം. അതായത് ഇപ്പോൾ ഈ നമ്മുടെ പത്തനംതിട്ട ജില്ല, ഇടുക്കി, കോട്ടയം, എറണാകുളം, ഈ ജില്ലകളൊക്കെ പ്രത്യേകിച്ച് എന്താ ഇങ്ങനെ ഇപ്പോൾ ഈ വെളിച്ചത്തിൽ നിൽക്കുന്നത്? എത്ര ലക്ഷം ആളുകളാണ് വരുന്നത്. ആ വരുന്ന ആളുകൾ യാത്ര ചെയ്യുന്നു. എത്ര ലക്ഷം ഉറുപ്പിക, എത്ര കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ വരുന്ന യാത്ര ചെയ്യുന്നു, കാറ് വാടക, ട്രെയിനിൽ വരുന്നു, വസ്ത്രം വാങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, താമസിക്കുന്നു. ഇത് മുഴുവൻ കേരളത്തിൻ്റെ സമഗ്ര വികസനമല്ലേ. ഇതുകൊണ്ടല്ലേ ഹോട്ടൽ ഉണ്ടാകുന്നത്.
ഇത് വലിയ തരത്തിൽ വ്യാപാരത്തെയെല്ലാം ശക്തിപ്പെടുത്തുകയല്ലേ. ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിൽ ഗവൺമെൻറ് ചെയ്തത് ലോകത്തിൽ നിന്ന് തന്നെ തീർത്ഥാടകർ വരുന്നൊരു ഘട്ടത്തിൽ അതിനുവേണ്ടിയുള്ള സംഗമം നടത്തി. ആ സംഗമം എല്ലാവരെയും ഒന്നിപ്പിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ്. പക്ഷേ എന്താ ഉണ്ടായത്? പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. അവർ ബഹിഷ്കരിച്ചു പോയി. അവർക്കതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, ബഹിഷ്കരിക്കട്ടെ. എന്നിട്ട് പിന്നീട് ആ അയ്യപ്പ സംഗമം നന്നായി നടന്നപ്പോൾ അതിനെതിരായിട്ടൊരു കളങ്കമുണ്ടാക്കുന്ന ഒരു പോറ്റിയെ കൊണ്ടുവന്നു. ആ പോറ്റി പറഞ്ഞു, ഞാനാണ് ഇതെല്ലാം സ്പോൺസർ ചെയ്തത്. അത് നമ്മുടെ കേരള പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതെങ്ങനെയാണ് ഈ പോറ്റി ഇത് സ്പോൺസർ ചെയ്ത്? ആരാ ഈ പോറ്റി? അന്വേഷിക്കുമ്പോഴാണ് കാര്യങ്ങൾ വിളിച്ചത് വന്നത്. അപ്പോഴാണ് കേരള പോലീസ് ഈ ഗുരുവായൂർ ക്ഷേത്രം, ശബരിമല, ഇതൊക്കെ കോടതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും കോടതിയോട് ചോദിച്ച് ചെയ്യാൻ പറ്റൂ. നമ്മുടെ ഗുരുവായൂരിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കോടതിയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കോടതി പറഞ്ഞു ശക്തമായ അന്വേഷണം നടത്തണം. കിട്ടിയ വിവരങ്ങൾ കൊടുത്തു. അന്വേഷണം നടത്തി എല്ലാ കുറ്റവാളികളെയും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയല്ലേ. കുറ്റവാളികളാണത് കണ്ടെത്തിയാൽ ആ കുറ്റവാളികൾക്ക് കുറ്റവാളികൾ എന്നുള്ള നിലയിലുള്ള പരിഗണന മാത്രമേ ഉണ്ടാകൂ. ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിച്ചു. നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ എത്ര ക്ഷേത്രങ്ങളാണ് ഉയർന്നു വരുന്നത്? അതുപോലെ തന്നെ ഏതെല്ലാം ക്ഷേത്രങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതൊക്കെ ഈ ജനങ്ങളുടെ ഈ സന്ദർശനം, ഈ അവരുടെ തീർത്ഥയാത്ര, അവരുടേതെല്ലാം ഇതിൻ്റെ ഭാഗമായി വരുന്നതല്ലേ. തിരുപ്പതി, എങ്ങനെയാണ് തിരുപ്പതിയായത്? നമ്മുടെ ഈ ശബരിമല പോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രം, തൃശ്ശൂരിൻ്റെ വളർച്ചയ്ക്ക് എന്താ അടിസ്ഥാനം? അവിടെ വരുന്നതും പോകുന്നതുമായിട്ടുള്ള കച്ചവടം എത്രമാത്രമാണ്? വേളാങ്കണ്ണി എത്ര സന്ദർശകരാണ്, എത്ര തീർത്ഥാടകരാണ് പോകുന്നത്? ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കേരള സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അടിയന്തര ആവശ്യമുള്ളൊരു കാര്യമാണ്. അതാ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളൂ. അത് ചെയ്യണം. ഇത് നമ്മുടെ നാടിൻ്റെ പുരോഗതിയാണ്. ഈ കേരളത്തിൻ്റെ ആകെ വളർച്ചയാണ്. അത് നമ്മുടെ കേരളത്തിൽ വലിയ ഗുണം ചെയ്യും. ഈ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ശബരിമലയെയും ക്ഷേത്രങ്ങളെയും കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നത്. ഒറ്റ കാര്യം കൂടി, ഇ.പി. ജയരാജൻ്റെയൊക്കെ പ്രവർത്തന തുടക്കകാലത്ത് എ. വർഗീസ് CPM-ൻ്റെ കണ്ണൂർ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. വയനാട്ടിൽ നക്സലൈറ്റായി വയനാട്ടിലെ പോലീസുകാർ വെടിവെച്ച് വന്ന വർഗീസ്. അക്കാലത്ത് വർഗീസിനെ കൊലപ്പെടുത്തിയത് പോലീസാണെന്ന് ആദ്യം പറഞ്ഞ ഒരു പാർട്ടി CPM ആണ്. CPM ആ കൊലപാതകത്തെ അപലപിക്കുകയും ചെയ്തു. അതേ CPM 10 വർഷം കേരളത്തിൽ അധികാരത്തിലേക്ക് അടുക്കാൻ പോകുന്ന സമയത്ത് 10 മാവോയിസ്റ്റുകളെയാണ് ഇവിടെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു വൈരുദ്ധ്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? മാവോയിസ്റ്റുകളെയൊന്നും കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വെടിവെച്ച് കൊല്ലുകയുമില്ല. ഒരു രാഷ്ട്രീയ സമരത്തെയും അടിച്ചമർത്തുകയല്ല. കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിലപാട് സ്വീകരിക്കാനാണ് ഇടതുപക്ഷത്തിന് താല്പര്യം. ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തലല്ല. ജനവികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ജനവികാരങ്ങളെ മാനിക്കുകയും കാര്യങ്ങൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഒരാളെയും വെടിവെച്ച് കൊന്നുകൊണ്ട് ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ എത്ര പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്? സേലം ജയിലിൽ 22 ആളെ ഒന്നിച്ച് വെടിവെച്ചു. ജയിലിനകത്ത് പുറത്തെത്ര ആളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്? അതുകൊണ്ട് ഏതെങ്കിലും പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അതൊന്നും അതിനുള്ള പരിഹാര മാർഗമല്ല. തെറ്റായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് യുവത്വത്തിൻ്റെ പ്രസരിപ്പിനെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തുക, തെറ്റായ രാഷ്ട്രീയത്തിൽ നിന്നും അവരെ മോചിപ്പിച്ചെടുക്കുക. ഈ നിലപാടാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്, ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഒരു മാവോയിസ്റ്റുകളെയും കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വെടിവെച്ചു കൊല്ലുകയില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ചായിരിക്കും. ഏറ്റുമുട്ടലിലേക്ക് ഒരാളും പോകരുത്. പോലീസിനെ ദുർബലപ്പെടുത്തിയാൽ ഇവിടെ ക്രമസമാധാനം അപകടത്തിലാകും. ആ സാഹചര്യത്തെ സാമൂഹ്യ വിരുദ്ധന്മാർ ഉപയോഗിക്കും. കൊട്ടേഷൻ സംഘങ്ങൾ ഏതെല്ലാം തരത്തിൽ ഉപയോഗിക്കും? പോലീസ് ദുർബലമായാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ അഴിഞ്ഞാട്ടമുണ്ടാകും. അതുകൊണ്ട് പോലീസ് വകുപ്പ് വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വകുപ്പാണ്.
ആ വകുപ്പിൽ ഒരു തരത്തിലുള്ള പാളിച്ചകളും ഉണ്ടാകരുത്, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകരുത്. ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ. ഒരു രാഷ്ട്രീയ ഇടപെടലും ഇല്ല. മുമ്പൊക്കെ പറയാറ് ഇവിടെ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നു, പോലീസ് സ്റ്റേഷനിൽ മാർക്സിസ്റ്റുകാർക്ക് ഒരു കസയല്ല. ഇന്ന് ആരെങ്കിലും പറയുമോ? ഇന്നൊരാളും അത് പറയുന്നില്ലല്ലോ. കാരണം ശരിയായ നില സ്വീകരിക്കുകയാണ്. രാഷ്ട്രീയം നോക്കി ഒരു കേസിൻ്റെ മേലെയും നിലപാട് സ്വീകരിക്കില്ല. വസ്തുതാപരമായി പരിശോധിച്ച് മാത്രമേ നിലപാടുകൾ സ്വീകരിക്കുകയുള്ളൂ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീതിപൂർവമായ ഒരു പോലീസ് നയമാണ്. പോലീസിനെ ആക്രമിച്ച് ദുർബലപ്പെടുത്താനും നിർവീര്യമാക്കാനും അതുവഴി സാമൂഹ്യ വിരുദ്ധന്മാർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു വേദിയും കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് മറ്റ് ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയായിരിക്കും. അതുകൊണ്ട് ക്രമസമാധാനം കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത കടമയാണ്. ആ കടമയാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. ഇപ്പോൾ പോലീസ് പഴയതുപോലല്ല. സേവകരായി എത്ര പേരെ രക്ഷിച്ച ചിത്രങ്ങളാണ് പുറത്തു വന്നത്. ഇനി ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ ഇവിടെ വലിയ തോതിൽ വെള്ളപ്പൊക്കവും പ്രളയവും ഉണ്ടായി, കോവിഡ് ഉണ്ടായി. പോലീസ് സേന എത്രമാത്രം മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സേവനം നടത്തിയത്. സ്വാഭാവികമായും പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസല്ല. ഇന്നത്തെ ചെറുപ്പക്കാരെല്ലാം നല്ല പഠിച്ചവരാണ്. അവർക്ക് സാമൂഹ്യ ബന്ധവും പ്രതിബദ്ധതയുമുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോധവൽക്കരണം, ഇപ്പോൾ മദ്യത്തിനെതിരായി, മയക്കുമരുന്നിനെതിരായി പോലീസും എക്സൈസും കൂടി ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധവൽക്കരണം അതിൻ്റെ ഒരു ക്യാമ്പയിനാണ്. അതിലൊക്കെ പോലീസ് സേന നല്ല പങ്കാണ് വഹിക്കുന്നത്. സൈബർ ആക്രമണം അത് തെറ്റായിട്ടുള്ള പ്രവണതകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ ക്രിമിനലുകൾ കൊലപാതകം നടത്തി ഇന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. നമ്മുടെ സൈബർ വിങ്, കേരളത്തിലെ പോലീസിൻ്റെ സൈബർ വിങ് വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കുന്നു. കുറ്റം ചെയ്ത് വണ്ടി കയറുമ്പോൾ കുറ്റവാളിയെ പിടിച്ചിരിക്കും. ഈ തരത്തിൽ ഇനിയും നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കണം. വരും കാലങ്ങളിൽ ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും സന്തോഷവും സുഖകരവുമായ ഒരു ജീവിതം നൽകുക എന്നുള്ളതാണ് ഇടതുപക്ഷ ലക്ഷ്യം. ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്. ഞങ്ങളെല്ലാം 10, 60, 65 വർഷക്കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ നല്ല ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ്. അത് സൃഷ്ടിച്ചാൽ ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരമായി. അതിന് കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ നന്ദി ശ്രീ ഇ.പി. ജയരാജൻ ഞങ്ങളോട് ഇത്രയും നേരം സഹകരിച്ചതിന്. അദ്ദേഹം മനോരമ അത് വേണ്ട. ഇവിടെ നമ്മൾ തീരുമാനിച്ചത് അവർ ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനാണ്. അത് തിരിച്ചാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അതിർവരമ്പ് ലംഘിക്കുന്നു. അങ്ങനെ നമ്മൾ എന്തിനാ അതിർവരമ്പ് ലംഘിക്കുന്നത്? ഓഡിയൻസിന് അദ്ദേഹത്തിന് നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വൈകുന്നേരം തിരിച്ചു പോകേണ്ട വണ്ടിയുടെ സമയം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സെഷൻ നമുക്ക് നീട്ടാൻ പറ്റില്ല. ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. എല്ലാവർക്കും നന്ദി.